ഹായ് എവരിവൺ. ഞാൻ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യം. എന്ത് ഹാബിറ്റ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ എന്ത് നേടാനും, നെറ്റിന് പഠിക്കാവട്ടെ, മറ്റ് എക്സാമുകൾക്കാവട്ടെ, മറ്റെന്തെങ്കിലും ഹാബിറ്റുകളാവട്ടെ, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ദി സ്ലൈറ്റ് എഡ്ജ് എന്ന് പറയുന്ന ജെഫ് ഓൾസൺ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ബുക്കിൽ നിന്ന് കിട്ടിയ ഐഡിയ ആണ്. ഈ സ്ലൈറ്റ് എഡ്ജ് മെത്തേഡ് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? എനിക്കത് കേട്ടപ്പോൾ, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് തോന്നി. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം. ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ കമന്റിൽ പറയണം. കാര്യം ഒരു സോഷ്യൽ പ്രൂഫ് മറ്റുള്ളവർക്കും ഇത് ഫോളോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും മസ്റ്റായിട്ട് ചെയ്യണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ യൂഷ്വലി അങ്ങനെ പറയാറുള്ളതല്ല എങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഇതിൽ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് ചെറിയൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഒരു ഇത്തിരി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഗ്രാഫ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു ദിവസം ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു ഗ്രാവിറ്റി എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ പതുക്കെ നമ്മുടെ ഗ്രാഫ് എങ്ങോട്ടേക്ക് പോകും? താഴേക്ക്. ഇതാണ് സ്ലൈറ്റ് എഡ്ജിൽ പറയുന്നത്. നിങ്ങൾ മാസീവായിട്ട് ഒരു ദിവസം ഒരു വലിയ കാര്യം ചെയ്യല്ല. നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും, അത് ചെറുതായിക്കോട്ടെ, അത് ഒരുമിച്ച് ചേർന്നാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നത്. അത് പോസിറ്റീവ് ആവട്ടെ, നെഗറ്റീവ് ആവട്ടെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഫുഡിന്റെ ഹാബിറ്റും ജിമ്മിൽ പോകുന്ന ഒരു ശീലം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് കരുതുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. നമ്മൾ ആദ്യത്തെ ദിവസമോ 10 ദിവസമോ അല്ലെങ്കിൽ ഒരു 100 ദിവസമോ വർക്കൗട്ടിനായിട്ട് ഒന്നാം ദിവസം പോയി നമ്മൾ വർക്കൗട്ട് ചെയ്താൽ ഒരു ചേഞ്ചും കാണില്ല. അല്ലെ നമ്മൾ അരമണിക്കൂർ നടക്കുന്നു, നമ്മുടെ തടി കുറയോ അല്ലെ നമ്മുടെ എനർജി കൂടുകയോ അങ്ങനത്തെ ഒന്നും കാണില്ല. ഒരാഴ്ച ചെയ്താലോ ഒരു മാസം ചെയ്താലോ ഒന്നും വിസിബിൾ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ ഒരു 10 വർഷം നിങ്ങൾ കൃത്യമായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എക്സർസൈസ് എല്ലാ ദിവസവും ഉറപ്പാക്കുകയാണ് എന്ന് വിചാരിച്ചു നോക്കി. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി നോക്കൂ. അദ്ദേഹത്തിന്റെ കൊളസ്ട്രോൾ ലെവലുകൾ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അങ്ങേർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചതായിട്ട്, ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് ജങ്ക് ഫുഡും. നമ്മളിപ്പോൾ ഒരു ദിവസം രാത്രി എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നു, പെട്ടെന്ന് നമുക്ക് തടി കൂടുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ അത് ഒരാഴ്ചയും 30 ദിവസവും 100 ദിവസവും 300 ദിവസവും 1500 ദിവസവും ഒക്കെ ചെയ്ത് 5 വർഷം കഴിഞ്ഞ് നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞിക്കൊടവയറൊക്കെ വെച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ബ്ലഡിലെ മെട്രിക്സുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. പഠനവും നമ്മുടെ ഏത് ഹാബിറ്റും അങ്ങനെ തന്നെ. നിങ്ങളുടെ ഗ്രാഫ്, നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാറ്റമൊന്നും വരുത്തുന്നുണ്ടാവില്ല എന്ന്. പക്ഷേ നിങ്ങളെ ഗ്രാവിറ്റി താഴേക്ക് പുള്ളി ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഗ്രോത്ത് നെഗറ്റീവ് സൈഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ദിവസവും ഡെയിലി ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ തലയിലേക്ക് കൺവേ ആയി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ അല്ലെ ചെറിയ പോരായ്മകൾ, വീഴ്ചകൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാവിയെ തന്നെ ഒരു ഡൗൺവേർഡ് സ്പൈറലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ശരിയാണ്. ഓരോ കുഞ്ഞു പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റുകൾ പഠിക്കാനായിട്ട് ഒരു പേജേ വായിക്കാൻ പറ്റുള്ളൂ, 10 PYQ ചെയ്തുള്ളൂ, ഇന്ന് ഹാഫ് ആൻ അവറേ പഠിച്ചുള്ളൂ, കുഴപ്പമില്ല. ആ ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നത്. ആ സ്ലൈറ്റ് എഡ്ജ്, നെഗറ്റിവിറ്റിയെക്കാളും പോസിറ്റീവ് ഹാബിറ്റുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ സ്ലൈറ്റ് എഡ്ജ് ലോങ് റണ്ണിൽ നിങ്ങളെ ബെറ്റർ പേഴ്സൺ ആക്കും, സക്സസിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഈ ബുക്ക് കൂടി വായിക്കാനായിട്ട് എഫേർട്ട് എടുക്കുക. അതിൻ്റെ ഒരു ജസ്റ്റ് എനിക്ക് മനസ്സിലായത്, എൻ്റെ രീതിയിൽ അഡാപ്റ്റ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് എഫേർട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾ, കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നവര് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്, ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ഓൺലൈൻ ആയിട്ടാണെങ്കിലും ലൈവ് സെഷൻ ആയിട്ടാണെങ്കിലും ഒക്കെ സ്ഥിരമായി കാണുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കൂടി പറയുകയാണ്, ഈ സ്ലൈറ്റ് എഡ്ജ് ആണ് വിജയികളെയും പരാജയപ്പെട്ടവരെയും തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതി നിങ്ങൾ വീണ്ടും ഇത് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ദിവസം പോയിട്ട് അടുത്ത ദിവസം വീണ്ടും ഗ്രാഫ് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പുഷ് ചെയ്യുക, എഫേർട്ട് എടുക്കുക. വിജയം നിങ്ങളുടേതാവും എന്നുള്ളത് ഉറപ്പാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.